നമസ്കാരം സുഹൃത്തുക്കളെ. ടാരോട്ട് ലവ് എനർജീസ് എന്ന നമ്മുടെ ഈ ചാനലിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകരെയും സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വായന ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിങ്ങിന്റെ വാട്സപ്പ് നമ്പർ. ഈ നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ പേഴ്സണൽ റീഡിങ്ങിന്റെ വിശദാംശങ്ങൾ അവിടെ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇന്നത്തെ തലക്കെട്ടിലേക്ക് ഒന്നെത്തി നോക്കാം. സത്യത്തിൽ ഈ വ്യക്തി നിങ്ങളെ സത്യസന്ധമായി സ്നേഹിക്കുന്നുണ്ടോ? ഈ ഒരു വായനയാണ് നമ്മൾ ഇന്ന് ചെയ്യുവാനായിട്ട് പോകുന്നത്. തുടക്കം മുതൽ അവസാനം വരെയും ഈ വായന കാണുവാനായി ശ്രമിക്കുക. സുഹൃത്തുക്കളെ, നമുക്ക് ഇന്നത്തെ വായനയിൽ നന്നായി കാണാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം നിങ്ങളാണ് ഈ പേഴ്സന്റെ ജീവിതത്തിൽ ഒരുപാട് വഴിത്തിരിവുകൾ സൃഷ്ടിച്ചിട്ടുള്ള ഒരു വ്യക്തി എന്ന് പറയുന്നത്. ഈ പേഴ്സന്റെ ജീവിതത്തിൽ ഒരുപാട് വഴിത്തിരിവുകൾ ഉണ്ടായിട്ടുണ്ട്. അതിൽ പലതും നിങ്ങളുടെ പേരാണ് ഈ വ്യക്തി എടുത്തു പറയാൻ താല്പര്യപ്പെടുന്നത്. ഏതൊരു സാഹചര്യത്തിലും ഏത് മോശപ്പെട്ട കാലഘട്ടത്തിലും ഈ പേഴ്സന്റെ മനസ്സിൽ വന്നിരിക്കുന്ന ഏക ഉത്തരം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഏകമായിട്ടുള്ള ഒരു പേര് എന്ന് പറയുന്നത്, അത് നിങ്ങളുടേത് മാത്രമാണ്. ഈ പേഴ്സന്റെ കറണ്ട് ഫീലിങ്സിൽ പോലും നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോഴാണ് ഈ വ്യക്തിക്ക് മനസ്സമാധാനം ലഭിക്കുന്നത്. മനസ്സമാധാനപരമായി ജീവിക്കാൻ എന്താണ് വഴി എന്ന് ഈ വ്യക്തിയോട് ചോദിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങളുടെ പേര് മാത്രമേ ഈ വ്യക്തി പറയുകയുള്ളൂ. ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം മറ്റു പല വ്യക്തികളിൽ നിന്നും, അത് സ്വന്തം മാതാപിതാക്കളായിക്കോട്ടെ, കൂട്ടുകാരായിക്കോട്ടെ, കുടുംബാംഗങ്ങളായിക്കോട്ടെ, കൂടപ്പിറപ്പുകളായിക്കോട്ടെ, ഒരുമിച്ച് വർക്ക് ചെയ്യുന്നവരായിക്കോട്ടെ, ഏതവരുടെ കൂടെയും എടുത്തു വെച്ച് നോക്കുകയാണെങ്കിൽ ഈ വ്യക്തിക്ക് അന്നും ഇന്നും വളരെ കംഫർട്ടബിളായി തോന്നിയിട്ടുള്ളത് നിങ്ങളുടെ കൂടെ നിൽക്കുമ്പോൾ മാത്രമാണ്. ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ആശ്വാസമേറിയ വാക്കുകളിലൂടെയാണ് ഈ പേഴ്സൺ ജീവിക്കാൻ തുടങ്ങിയത്, തൻ്റെ ജീവിതം പടുത്തുയർത്താൻ തുടങ്ങിയത്, തൻ്റെ ജീവിതം ഒരു മനസമാധാനപരമായിട്ടുള്ള ഒരു ഘട്ടത്തിലേക്ക് കൊണ്ടുപോയത്. ഈ വ്യക്തിക്ക് നിങ്ങളില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ സമാധാനം എന്താണെന്നോ പ്രദമായിട്ടുള്ള ജീവിതം എന്താണെന്നോ അറിയാൻ പറ്റാത്ത അവസ്ഥയായിരിക്കും. ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം എല്ലാ തരത്തിലും പോസിറ്റീവായി ചിന്തിക്കുവാൻ തന്നെയാണ് ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഈ പേഴ്സണ് അത്രയും പോസിറ്റീവായി ചിന്തിക്കുവാൻ കഴിയാൻ പറ്റാത്ത സാഹചര്യങ്ങളാണ് ഏറ്റവും കൂടുതൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതിൽ ഒന്നാണ് ഈ വ്യക്തിയുടെ ജീവിതത്തിൽ വന്നിരിക്കുന്ന, അല്ലെങ്കിൽ വന്നുകൊണ്ടിരിക്കുന്ന ഓരോ പ്രശ്നങ്ങൾ. ആ പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് ജീവിതത്തിൽ യാതൊരു കാരണവശാലും അംഗീകരിക്കാനാവാത്ത വിധത്തിലുള്ള പ്രശ്നങ്ങളാണ്. സാമ്പത്തിക പ്രശ്നങ്ങൾ. എത്രമേൽ കഷ്ടപ്പെട്ടിട്ടും വിജയിക്കാനാവാതെ പടുകുഴിയിൽ കിടക്കുന്ന ഈ വ്യക്തിയുടെ ജീവിതത്തിന് ഏറ്റവും കൂടുതൽ ആശ്വാസമേകുന്നത് നിങ്ങളുടെ സാന്നിധ്യം കൊണ്ട് മാത്രമാണ്. ഈ വ്യക്തിക്ക് ആരെങ്കിലും വിശ്വസിക്കാൻ തോന്നിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളെ മാത്രമാണ്, നിങ്ങളോടാണ്. അതുകൊണ്ട് ഈ വ്യക്തിയുടെ ജീവിതത്തിലെ പല അവസ്ഥകളും തുറന്നു പറയുക. പല അവസ്ഥകളും തുറന്നു പറയുക എന്ന് പറയുന്നത് ഈ വ്യക്തിയുടെ ജീവിതത്തിൽ നടക്കുന്ന ഓരോ കാര്യങ്ങളും നിങ്ങളോട് പറയുവാനാണ് ഈ പേഴ്സൺ താല്പര്യപ്പെടുന്നത്. കാരണം ഈ പേഴ്സണെ നന്നായി അറിയാം, നിങ്ങളിലൂടെ മാത്രമാണ് പോസിറ്റീവായി തന്നെ ഈ വ്യക്തിക്ക് ഓരോ കാര്യങ്ങൾ പടുത്തുയർത്തുവാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളത്. അതുകൊണ്ട് നമുക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയുന്ന ഒരു കാര്യം എന്തെന്നാൽ, ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം എല്ലാ തരത്തിലുമുള്ള ഭൗതിക സുഖങ്ങൾ വേണ്ട എന്ന് വെച്ചായാലും നിങ്ങളുടെ അടുത്തേക്ക് വരുവാൻ സാധിക്കുമെന്ന് ഈ പേഴ്സൺ ഉറച്ചു വിശ്വസിക്കുന്നു. ഭൗതിക സുഖങ്ങൾ എന്താണെന്ന് പോലും അറിയാത്ത ഈ വ്യക്തിക്ക് നിങ്ങൾ തന്നെയാണ് ഒരാശ്വാസം. നിങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിലും നിങ്ങൾ വളരെയധികം സത്യസന്ധരാണ്. പല വിധത്തിലും കഴിവുകളുള്ള വ്യക്തികളാണ്. നന്നായി പാട്ട് പാടുന്നവരോ നൃത്തം ചെയ്യുന്നവരോ വാദ്യ ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നവരോ ആകാം. അതുകൊണ്ട് നിങ്ങളിലെ ആ ഒരു പ്രത്യേകപ്പെട്ട കഴിവ്, അത് ഈ വ്യക്തിയെ നന്നായി തന്നെ സ്വാധീനിച്ചിട്ടുണ്ട്. അത് വളരെ മനോഹരമായി തന്നെ നിങ്ങൾ ചെയ്തു കാണിച്ചു കൊടുത്തിരിക്കുന്നത് കൊണ്ട് തന്നെ ഈ പേഴ്സൺ അത് വളരെ സന്തോഷകരമായി തന്നെയാണ് ആസ്വദിച്ചിട്ടുള്ളത്. നിങ്ങൾ രണ്ടുപേരും തമ്മിലുള്ള ഈ ഒരു പ്രണയബന്ധത്തെ മറ്റാർക്കും പുറമെ നിന്ന് നോക്കുമ്പോൾ അസൂയ വരെയും തോന്നിക്കുന്ന രീതിയിലാണ് ഈ ഒരു പ്രണയബന്ധം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്ത് കാര്യത്തെയും വന്നു കഴിഞ്ഞാൽ അതിനെ അംഗീകരിക്കുവാനും അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറുമാകുന്ന വിധത്തിലാണ് ഈ പേഴ്സൺ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഈ പേഴ്സണ് ഇപ്പോൾ നിങ്ങളുടെ ഭാഗത്ത് നിന്നുള്ള
വളരെയധികം മനോഹരമായിട്ടുള്ള നിമിഷങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനുവേണ്ടി ഈ പേഴ്സൺ എന്ത് വേണമെങ്കിലും ചെയ്യും എന്നുള്ള ഒരു മനോഭാവത്തോടെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുമായിട്ട് എത്രമാത്രം പൊരുത്തപ്പെട്ട് സന്തോഷകരമായി മുന്നോട്ട് പോകാൻ സാധിക്കുന്നുവോ അത്രയും പൊരുത്തപ്പെട്ട് മുന്നോട്ട് പോകാനാണ് ഈ പേഴ്സൺ താല്പര്യപ്പെടുന്നത്. ഇപ്പോൾ നിങ്ങളും ഈ വ്യക്തിയും തമ്മിൽ ബ്രേക്കപ്പ് സിറ്റുവേഷനിലായിരിക്കാം, അല്ലെങ്കിൽ നോ കോണ്ടാക്ട് അവസ്ഥകളിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നവരായിരിക്കാം. പക്ഷെ എന്നിരുന്നാലും നിങ്ങളുമായി ഒരു പുനരുത്ഥാനം വേണമെന്നാണ് ഈ പേഴ്സൺ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ പേഴ്സണ് അത്രമാത്രം മനസ്സിന് വേദനയുണ്ട് നിങ്ങളുടെ സാന്നിധ്യം ഇല്ലാത്തത് കൊണ്ട്. നിങ്ങളുടെ സാന്നിധ്യം എപ്പോഴാണ് ഇനി പഴയതുപോലെ ഉണ്ടാവുക എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള വേവലാതിയിലാണ് ഈ പേഴ്സൺ ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഈ പേഴ്സണ് വളരെ പോസിറ്റീവായി തോന്നിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നിങ്ങളിലുണ്ട്. നിങ്ങളുടെ സ്വഭാവം, മധുരമായ ശബ്ദം, സമാധാനപരമായിട്ടുള്ള രീതിയിലുള്ള സംസാരം, സ്നേഹം, ചോദിച്ചാൽ ചങ്ക് പറിച്ചു കാണിച്ചു കൊടുക്കുന്ന വിധത്തിലുള്ള സ്വഭാവ പ്രകൃതം, സത്യസന്ധത, ഇതെല്ലാം ഈ വ്യക്തിയെ ഏറ്റവും കൂടുതൽ നിങ്ങളിലേക്ക് വലിച്ചടിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇവിടെ മിഖായേൽ മാലാഖയുടെ സാന്നിധ്യമാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. എത്രമാത്രം പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നാലും ഈ പ്രണയബന്ധത്തെ തച്ചുടച്ചു കളയുവാൻ ഈ വ്യക്തി തയ്യാറല്ല. ഈ പ്രണയബന്ധം വേണ്ടാന്ന് വെക്കാനും തയ്യാറല്ല. കാരണം ഈ വ്യക്തിയെ കൊണ്ട് അതിന് സാധിക്കുകയില്ല എന്നുള്ളതാണ് മറ്റൊരു സത്യം. ഇവിടെ നിങ്ങൾക്ക് രണ്ടു പേർക്കും ഇടയിൽ പരസ്പരം നല്ല രീതിയിലുള്ള പ്രണയബന്ധമുണ്ട്. ആ പ്രണയം എന്നേക്കുമായി പടുത്തുയർത്തുവാൻ തന്നെയാണ് ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനു വേണ്ടിയിട്ട് നിങ്ങളെ എത്രമാത്രം സ്നേഹിക്കുവാനും വിശ്വസിപ്പിക്കുവാനും സാധിക്കുന്നുവോ അത്രമാത്രം വിശ്വസിപ്പിക്കാനാണ് ഈ പേഴ്സൺ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ രണ്ടുപേരും തമ്മിൽ ഇടപഴകുന്ന മേഖല ഒരുപക്ഷെ ഒരേതുപോലെ ആയിരിക്കാം. നിങ്ങൾ രണ്ടുപേരും നന്നായി പാടുന്നവരായിരിക്കാം, നൃത്തം ചെയ്യുന്നവരായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേരും കലകളെയും മറ്റു പല കഴിവുകളെയും വിശ്വസിക്കുകയും സ്നേഹിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നവരായിരിക്കാം. ഇതെല്ലാം തന്നെ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് മറ്റൊരു സത്യം. ഇവിടെ ഇപ്പോൾ നിങ്ങളെ വളരെയധികം രാജകുമാരനോ രാജകുമാരിയോ ആയിട്ടാണ് ഈ വ്യക്തി നോക്കിക്കാണുന്നത്. കാരണം നിങ്ങളുടെ സാന്നിധ്യം കൂടാതെ ഈ വ്യക്തിക്ക് ഇനി മുന്നോട്ട് പോകാനാകില്ല എന്നുള്ളൊരു ചിന്താഗതിയിലേക്കാണ് ഈ പേഴ്സൺ വന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഇപ്പോൾ പലതരത്തിലുള്ള പ്രശ്നങ്ങളെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് ഈ പേഴ്സൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ആ പ്രശ്നങ്ങളെല്ലാം തന്നെ വളരെ കോൺഫിഡൻസോട് കൂടി ഈ വ്യക്തിക്ക് നേരിടാൻ കഴിയും. എത്ര തരത്തിലുള്ള തേർഡ് പാർട്ടി സിറ്റുവേഷൻ വന്നു കയറിയാലും ഈ പ്രണയബന്ധത്തെ കീറി മുറിച്ചാലും ഈ വ്യക്തിക്ക് അതിനെ തുന്നിക്കെട്ടിക്കൊണ്ട് വീണ്ടും പഴയതുപോലെ ആക്കുവാൻ സാധിക്കും. ഇതെല്ലാം ചെയ്യാൻ കഴിയുന്ന ഈ വ്യക്തിക്ക് ലഭിച്ചിട്ടുള്ള തൻ്റെടം എന്ന് പറയുന്നത് നിങ്ങളിൽ നിന്നും മാത്രമാണ്. നിങ്ങളിൽ നിന്നും ലഭിച്ചിട്ടുള്ള തൻ്റെടം കൊണ്ട് മാത്രമാണ് ഈ പേഴ്സന് അതെല്ലാം ചെയ്യാൻ സാധിക്കുന്നത്. ഇപ്പോഴും ഈ വ്യക്തി അതിനെല്ലാം തയ്യാറാണ്. അതുകൊണ്ട് നിങ്ങളുമായിട്ടുള്ള പ്രണയബന്ധം എത്രയും പെട്ടെന്ന് പുതുക്കിക്കൊണ്ട് വീണ്ടും പഴയതുപോലെ ആകുവാൻ വേണ്ടിയിട്ട് നന്നായി പ്രാർത്ഥിക്കുന്നുമുണ്ട്. ദൈവങ്ങളോട് നന്നായി തന്നെ ഈ വ്യക്തി പ്രാർത്ഥിക്കുന്നുണ്ട്, നന്നായി പരിശ്രമിക്കുന്നുണ്ട്. അത് നമുക്ക് പറയാതിരിക്കാനാകുന്നില്ല. ഇവിടെ ഇപ്പോൾ നിങ്ങളുടെ ഉയർച്ചയിലും നിങ്ങളുടെ ജീവിതത്തിൽ വന്നിരിക്കുന്ന മാറ്റങ്ങളെല്ലാം തന്നെ ഈ വ്യക്തി നോക്കി കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ വ്യക്തിക്ക് നിങ്ങളെ മാത്രമാണ് ആവശ്യം. നിങ്ങളുടെ കഴിവുകളെയും ഈ വ്യക്തി നല്ല രീതിയിൽ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ ഈ വ്യക്തിയുടെ കഴിവുകളെ നിങ്ങളും പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ ഈ വ്യക്തിക്ക് നന്നായി അറിയാം. ഒരുപക്ഷെ കഴിവുകളിലൂടെ നിങ്ങൾ രണ്ടുപേരും കണ്ടുമുട്ടിയിട്ടുള്ളവരാകാനാണ് ഏറെ കൂടുതൽ സാധ്യത. എങ്കിൽ പോലും നിങ്ങൾ രണ്ടുപേരും തമ്മിലുള്ള ഒരുപാട് കാര്യങ്ങളിൽ സമതുല്യരായതുകൊണ്ട് തന്നെ, ഒരുപോലെ നിൽക്കുന്നവർ കൊണ്ടായതുകൊണ്ട് തന്നെ നിങ്ങൾ രണ്ടുപേരും ഒന്നിച്ചു കഴിഞ്ഞാൽ അതിമനോഹരമായിരിക്കുമെന്ന് ഈ പേഴ്സൺ ഉറച്ചു വിശ്വസിക്കുന്നു. ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് ഇന്നത്തെ വായനയിൽ. ഇന്നത്തെ വായന വളരെ മനോഹരമായിരുന്നു. ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്നതും ഒരുപാട് ഉത്സാഹം തരുന്നതുമായിട്ടുള്ള ഒരു പ്രണയ വായനയാണ് ഇന്നത്തേത് നമുക്ക് ലഭിച്ചത്. എന്തായാലും ഇതുപോലെ ഒരുപാട് പ്രണയ വായനകൾ നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കട്ടെ എന്നും ഇന്നത്തെ ഈ വായനയിൽ പറഞ്ഞ ഓരോ കാര്യവും നിങ്ങൾക്ക് റീസണേറ്റ് ആകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വായന നിർത്തുകയാണ്.
പേഴ്സണൽ റീഡിംഗ് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ പേഴ്സണൽ റീഡിംഗിന്റെ വിശദാംശങ്ങൾ ലഭിക്കുന്നതാണ്. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വായന ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയൊരു അധ്യായത്തിൽ കാണുന്നത് വരേക്കും എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നന്ദി, നമസ്കാരം. ഗോഡ് ബ്ലെസ് യു.